വെൽക്കം ഗൈസ്. ഇന്ന് നമ്മളുള്ളത് ബാണാസുര ഡാമിൻ്റെ ഒരു സൈഡിലാണുള്ളത്. നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഓണം കഴിഞ്ഞതിൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്, നമ്മുടെ പ്രിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഒരു ആമ്പല് കുറച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടനാണ്. കോയമ്പത്തൂർ നിന്ന് വന്നതാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ബാണാസുര ഡാമിലെ മീനെയാണ് ഇന്ന് പിടിക്കാൻ പോകുന്നത്. വലിയ ഡാമാ, ഏഷ്യയിലെ ആദ്യത്തെ എർത്ത് ഡാമാണത്. ചൂണ്ട നല്ല ഗംഭീരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കുറേ പായലും ആമ്പലും മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ ഒരു സാധനവും കിട്ടുന്നില്ല. ചെമ്പല്ലിയൊക്കെ ഓണം കഴിഞ്ഞാൽ ഉറക്കത്തിലാണെന്നാണ് തോന്നുന്നത്. നമ്മളെ വിപിനാണ് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ് അവന് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊണ്ട് കുട്ടാപ്പി വരുന്നുണ്ട്. നോക്കാം നമുക്ക് കിട്ടുമെന്ന്. എന്തായാലും വെയിറ്റ് ചെയ്യാം. വൈകുന്നേരം ആയതുകൊണ്ട് മീനൊക്കെ ഒരു ആലസ്യത്തിലാണ്, ഒന്നിനെയും കാണുന്നില്ല. സനോജ നിൻ്റെ ഇടറാ, ഏതിലാ കൊത്തുന്നതെന്നറിയില്ല. ഒരു 9-10ഓളം ചൂണ്ട നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. 2-3 എണ്ണത്തിൽ കൊത്തുന്നുണ്ട്, പക്ഷെ സാധനമൊന്നും കിട്ടുന്നില്ല. മീൻ വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ കരയിലും ആയതിൻ്റെ ഒരു പ്രശ്നമാണ് കാണുന്നത്. ചൂണ്ട ഇടുന്നുണ്ട്, വരുന്നുണ്ട്, മീനിന് കൊടുത്ത ഇര മീൻ തിന്നു പോകുന്നുണ്ട്, നമ്മളിവിടെ ഇരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ. ഇന്നത്തെ ഞങ്ങളുടെ അറ്റംപ്റ്റ് തോൽവിയിലേക്ക് പര്യവസാനിച്ചിരിക്കുകയാണ്. ഒന്നും കിട്ടിയിട്ടില്ല. ചൂണ്ട മടക്കിക്കാൻ മണിയെന്ന് പറഞ്ഞു ബിബി. ആ രീതിക്കാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ദുർഘട പാതയാണിത്. ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് നമുക്ക് ഇന്നത്തെ കാര്യം സാധിച്ചിട്ടില്ലല്ലോ.